ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു എഡിബിൾ വിങ്സ് കൊണ്ടിട്ട് എങ്ങനെ എഡിബിൾ ഈഗിൾ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ വിങ്സ് നിങ്ങൾക്ക് ഈഗിൾ ഉണ്ടാക്കാൻ മാത്രമല്ല ഏഞ്ചലിൻ്റെ വിങ്സ് ആയിട്ട് ബാപ്റ്റിസം കേക്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഫ്ലോപ്പ് ആകാതെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ റൈസ് ക്രിസ്പീസ് ട്രീറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ക്രിസ്പീസും മാഷ്മെല്ലോവും കൂടി മാഷ്മെല്ലോ മെൽറ്റ് ചെയ്തിട്ട് റൈസ് ക്രിസ്പീൻ്റെ ഒപ്പം മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പൊരിയില്ലേ, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഞാൻ മോഡലിൻ ചോക്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രൗൺ കളറിലെ ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേഫേഴ്സ് ഒട്ടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സീസേഴ്സ് വെച്ചിട്ട് ഫെദറിൻ്റെ പോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താലും മതി. ഇപ്പോൾ ബോഡി പാർട്ടിൽ നിങ്ങൾക്ക് വേഫർ ഒട്ടിക്കേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഹെഡ് പോർഷൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറിലെ ഫോണ്ടൻ്റ് ഇതുപോലെ മെല്ലെ എടുത്ത് ഇതുപോലെ ഒട്ടിക്കുക. ഇപ്പോൾ ഹെഡ് പോർഷനിലും ഞാൻ അവസാനം വേഫർ കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ വേഫറും കൊണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്തിട്ട് അവസാനം ഞാൻ വേഫർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫെദറിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ട് ആ ഒരു വൈറ്റ് പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഫെദർ പീസായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മുടെ ബോഡി പാർട്ടിലുള്ള ഫെതേഴ്സിലും ചെയ്യാം കേട്ടോ. ബ്രൗൺ കളറിലെ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഫെതേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോഡി പാർട്ടിൽ മൊത്തമായിട്ട് ഫോണ്ടൻ്റ് ഫെതേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഹെഡ് പോർഷനിൽ ഒട്ടിക്കുമ്പോൾ ഇത് ആ ഒരു ബ്രൗൺ കളറിലെ ഭാഗത്തേക്കൊന്ന് ഇറക്കി ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ബ്രൗൺ കളറിലെ ഫെതേഴ്സ് ആദ്യം ഒട്ടിച്ചിട്ട് വേണം മുകളിൽ വൈറ്റ് കളറിലെ ഫെതേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേഫറും കൊണ്ടായാലും ചെയ്യാം. അപ്പോൾ വേഫറും കൊണ്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ആ ഒരു പീക്കിന് വേണ്ടിയിട്ട് യെല്ലോ ഫോണ്ടൻ്റ് ആ ഒരു ചുണ്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കട്ടേഴ്സും മുകളിലൊന്നുമില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് ആ ഒരു ഐസിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലൊരു ടൂളും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പീക്ക് നമ്മുടെ ഹെഡിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോറൽ വയർ ഒന്ന് കുത്തിക്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പൊക്കത്തായിട്ട് നമ്മുടെ ഈ പീക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇളകി പോകുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇനി ആ താഴത്തെ ആ ഒരു പീക്കിൻ്റെ രണ്ട് ചുണ്ടുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഡീറ്റെയിലിംഗ് നൈഫും കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു ഐസിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് കുഴിഞ്ഞിരിക്കുന്ന ടൈപ്പിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ ആ ഒരു ഈഗിള് അല്ലെങ്കിൽ ഗരുഡൻ്റെ ഒക്കെ ആ ഒരു ഫേസിന് ആ ഒരു എക്സ്പ്രഷൻ പോലെ വരുള്ളൂ. ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ ഡമ്മിയിൽ കുത്തി വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ആ ഫെതേഴ്സിന് വേണ്ടിയിട്ട് എഡിബിൾ വേഫർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ഷേപ്പിൽ പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഫെതേഴ്സ് 2 സൈസിലാണ് എടുക്കുന്നത്. അപ്പോൾ 2 സൈസിൽ ആദ്യം പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു 8 നമുക്ക് കട്ട് ചെയ്യാൻ രീതിയിലുള്ള അത്രയും നമ്പേഴ്സ് വേഫർ ഷീറ്റ് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ആ ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പിടിക്കുമ്പോൾ നല്ല അമർത്തിയിട്ട് തന്നെ പിടിക്കുക. അതല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് ഇളകിയിട്ട് പലതും പല സൈസായി പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നല്ലോണം അമർത്തി പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കൈ എടുക്കുമ്പോഴാണെങ്കിലും ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് ഈ ഫെതേഴ്സൊക്കെ ഇനി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വയർ ഇതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സൈസിലാണെങ്കിലും ഏത് ഷേപ്പിലാണ് നമ്മുടെ വിങ്സ് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ വയർ വളച്ചെടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തും മുകളിലും ഈ ഒരു ഷേപ്പിൽ ഞാൻ ആ വിങ്സ് തന്നെ വയർ തന്നെ വേഫർ ഷീറ്റിൽ വെച്ചിട്ട് ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എഡിബിൾ ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ സാധാരണ ഫോണ്ടൻ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഫർ ഷീറ്റ് കുതിർന്ന് പോകല്ലാതെ ഒട്ടില്ല. അപ്പോൾ എഡിബിൾ ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക.
ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്ത എഡിബിൾ ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫോണ്ടൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വേറെ രണ്ടാമത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഒട്ടിച്ചത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി കറക്റ്റായിട്ടുള്ള പ്ലേസിൽ സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം എടുത്ത് പറയുന്നു, വാട്ടറൊന്നും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടില്ല. എഡിബിൾ ഗ്ലൂ തന്നെ വേണം ഒട്ടിക്കാനായിട്ട്. ഇനി ഓരോന്നോരോന്ന് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിങ്സ് നമുക്ക് കളർ അടിക്കാതെ, കളറൊന്നും ചേർക്കാതെ ഈ ഏഞ്ചൽ വിങ്സ് ആയിട്ട് ബാപ്റ്റിസം കേക്കിലൊക്കെ വെക്കുമല്ലോ, അത് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സേഫായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഈ ഒരു പോർഷനിലുള്ള എല്ലാ ഫെദേഴ്സ് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി താഴത്തെ പോർഷൻ ഇതുപോലെ ചെറിയ ഷേപ്പിലുള്ളത് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വിങ്സ് എല്ലാം ഞാൻ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ കൊടുക്കാം. ഒരു ദിവസം ഞാൻ ഓവർനൈറ്റ് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ OHP ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കളർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബേസിലൊക്കെ കളറാകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷെഫ് മാസ്റ്ററിൻ്റെ ബക്കി ബ്രൗൺ എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വേഫർ ഷീറ്റിൽ നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ ഈഗിളിന് പറ്റിയ, അല്ലെങ്കിൽ ഏതാ വേണ്ടത്, ഏത് ബേർഡിനാണ് വേണ്ടത്, അതിന് പറ്റിയ കളറാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കളറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് കളർ അടിക്കാനായിട്ട് നോക്കുക. ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റും കൂടി കൂടിയിട്ട് നമ്മുടെ വേഫർ ഷീറ്റ് കുതിർന്നു പോകും. പിന്നെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ടി വരും. കളർ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഡൈല്യൂട്ട് ചെയ്യാതെ അടിക്കാൻ നോക്കുക. പിന്നെ ലൈറ്റ് കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചധികം നേരം ഡ്രൈ ആക്കാനായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫെദേഴ്സ് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈഗിൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഫെദേഴ്സിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വേഫേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഫെദേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫെദേഴ്സ് വെക്കുമ്പോൾ ആദ്യം താഴത്തുനിന്ന് വെച്ച് തുടങ്ങുക, എന്നാലേ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഫസ്റ്റ് താഴത്ത് ആ വൈറ്റ് നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷനിൽ ഫെദർ വെക്കുക, പിന്നെ ബ്രൗൺ കളറിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹെഡ് പോർഷൻ്റെ അവിടെ പിന്നെയും വീണ്ടും വൈറ്റ് കളറിലെ ഫെദേഴ്സ് വെക്കുക. പിന്നെ കാലുകൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു കാലുണ്ടാക്കിയിട്ട് ആ ടൂത്ത് പിക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതിലും കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. വിങ്സ് ജസ്റ്റ് കുത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫുള്ളി എഡിബിൾ ഈഗിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ വെറൈറ്റി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്